ഹായ് മക്കളെ, എനിക്ക് എന്നെ +1 കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചില വീഡിയോസിലൊക്കെ ഞാൻ തന്നെ ടീച്ചറെ കുറ്റവും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് മിസ്സ് ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, +1 ഒരു ജനുവരിയിൽ ഒരു ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് കെമിസ്ട്രിയിലെ 2 പാഠം ഒന്ന് തീർക്കുകയും ചെയ്തു. 3ാമത്തെ പാഠം ഞാൻ ക്ലാസ്സിലെടുക്കില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 3 പാഠം തീർത്തെന്നുള്ളതായിരുന്നു മിസ്സ് ചെയ്ത തെറ്റ്. പക്ഷേ ഇന്നലെ എൻ്റെ അടുത്ത് +1 പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു മോളും അവളുടെ പാരൻസും വന്ന് ആ മോളുടെ അവസ്ഥ പറഞ്ഞപ്പോഴാണ് എന്താണ് ഇപ്പോഴത്തെ +1 കുട്ടികൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ശരിക്കും എൻ്റെ മിസ്സ് ചെയ്തത് തെറ്റായിരുന്നില്ല, ഏറ്റവും വലിയ ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആ മിസ്സിനോട് സോറി പറയാനും കൂടെയാണ്. സോ ആ സോറി ഏറ്റവും അവസാനം പറയാൻ എന്താ മിസ്സ് ചെയ്ത് ശരിയെന്ന് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പം ഇന്നലെ വന്ന കേസ് ഇത്രയാണ്. മോള് +1 മുതൽ 1ാം ക്ലാസ് മുതൽ ക്ലാസ്സിലെ ടോപ്പറാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ്. പക്ഷേ ഇപ്പോൾ +1 എത്തിയതിന് ശേഷം തീരെ പഠിക്കുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, എപ്പോഴും ഫോണിലാണ്, പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആരോടൊക്കെ ചാറ്റ് ചെയ്യുകയാണെന്നൊക്കെയാണ് പാരൻസ് പറയുന്നത്. ഞാനപ്പോൾ മോളോട് സംസാരിച്ചപ്പോഴാണ് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ഈ കുട്ടി 10ാം ക്ലാസ് വരെ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ +1 എത്തിയതിന് ശേഷം ആകെ കൈവിട്ടു പോയി, ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്പീഡിലാണ് എടുക്കുന്നത്, ഡൗട്ട് ചോദിക്കുമ്പോൾ പോലും ആൻസർ പറഞ്ഞു തരുന്നില്ല. ആൻഡ് ഇത് കാരണം +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയപ്പോൾ കുട്ടിക്ക് 20-ലാകെ 2 മാർക്ക് കിട്ടുള്ളൂ. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും മാർക്ക് കുറഞ്ഞത്. ആൻഡ് ഇത് വീട്ടിൽ പോയിട്ട് ഉമ്മയോട് സങ്കടം പറഞ്ഞപ്പോൾ ഉമ്മ ഭയങ്കര ചീത്തയും, എപ്പോഴും ഫോണിൽ കളിച്ചാൽ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതോടുകൂടി അവൾ ആകെ തകർന്നു. ഡോക്ടർ ആവണം എന്നൊക്കെ സ്വപ്നം കണ്ട കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടറൊന്നും ആവണ്ട, ജസ്റ്റ് എങ്ങനെയെങ്കിലും +1 പാസ്സായാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. സോ ഈ മാർക്ക് കുറഞ്ഞ് ഇത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ടെൻഷനിലാണ് ഈ കുട്ടി ഉള്ളത്. ആൻഡ് ഇതാണ് പാരൻസ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നില്ല, വേറെ വല്ല റിലേഷൻ ഉണ്ടോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നത്. ആൻഡ് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് +1 പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിലെ അക്കാഡമിക്കലിയുള്ള ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ജമ്പാണ് SSLCയിൽ നിന്നും +1. അതായത് സ്റ്റേറ്റ് ബോർഡ് വരെ 10ാം ക്ലാസ് പഠിച്ച് +1 മാറുമ്പം കുട്ടികൾക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്ത ലെവലിലുള്ള സിലബസ് മാറ്റമാണ് വരുന്നത്. അത് പ്രധാനമായിട്ടും എന്താണ്, 2 രീതിയിലാണ്. ഒന്ന് ലെങ്ത്താണ്, പാഠത്തിൻ്റെ നീളം. അതായത് നിങ്ങൾ 10ാം ക്ലാസ് ഫിസിക്സിൽ പഠിച്ച മുഴുവൻ എന്താണ് 7 പാഠവും എന്തുണ്ട്, 7 പാഠവും കൂടെ +1 ഒരു മോഷനിനെ സ്ട്രെയിറ്റ് ലൈനോ മോഷനിനെ പ്ലെയിനിൻ്റെ അത്രയും വരില്ല. ആ രീതിയിൽ ലെങ്ത് ഉണ്ട്. എന്ന് മാത്രമല്ല 10ാം ക്ലാസ് വരെ നമ്മൾ വളരെ പെരിഫറലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പം അതിലായിരുന്നിറങ്ങിയ ത്തിലാണ് കൺസെപ്റ്റ് വൈസാണ് പഠിക്കുന്നത്. ആൻഡ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ +1 10ാം ക്ലാസ് എത്ര മിടുക്കരാണെങ്കിലും 99% +1 കുട്ടികൾക്ക് എന്താണ്, +1 ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ മിക്കവാറും കുറേ ടീച്ചേഴ്സൊക്കെ അത് മനസ്സിലാക്കാതെയാണ് ക്ലാസ് എടുക്കുക. ഞാൻ ടീച്ചേഴ്സിനോട് പറയുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റാർ ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികൾ അവരെ +1 ടീച്ചേഴ്സ് ഭയങ്കര നല്ലതാണ്, നല്ല സപ്പോർട്ടീവാണ്, മനസ്സിലാക്കുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ടീച്ചേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, വളരെ കുറച്ച് ടീച്ചേഴ്സായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ സ്പീഡിൽ ക്ലാസ് എടുക്കുന്നത്. ഒരുപക്ഷെ അത് ഈ ടീച്ചേഴ്സിൻ്റെയും കുറ്റമായിരിക്കുമല്ലോ. കാരണം 2-3 വർഷം മുമ്പ് വരെ ഒരു രീതിയിലും തലകുത്തി മറിഞ്ഞാൽ എന്താണ് പോർഷൻസ് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കോവിഡ് കാരണം അഡ്മിഷൻസൊക്കെ വളരെ ഡിലേ ചെയ്തിട്ട് ക്ലാസ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് പോർഷൻസ് കവർ ചെയ്യാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ഈ ടീച്ചേഴ്സ് മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാം. അതായത് ഏകദേശം NCERT എന്താണ് 30% എന്താണ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കെമിസ്ട്രിയുടെ കേസിൽ ആ കുട്ടിയുടെ അതായത് 20-ൽ 2 മാർക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിക്ക് ഒരു കാരണവശാലും കിട്ടാൻ പാടില്ല. അത് കുട്ടിയുടെ പ്രശ്നമല്ല, ക്ലാസ് എടുത്ത ടീച്ചറുടെ പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം കെമിസ്ട്രിയിൽ മുമ്പ് 14 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 5 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് ആകെ 9 ചാപ്റ്റേഴ്സ് മാത്രമല്ല. ഏകദേശം എന്താണ് 1/3 ഭാഗം കെമിസ്ട്രിയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇപ്പോഴൊക്കെ അഡ്മിഷൻസൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്ത് ഈ അക്കാഡമിക് ഇയറിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ടീച്ചേഴ്സ് മനസ്സിലാക്കി ഇത്ര സ്പീഡിൽ വേഗത്തിൽ നിങ്ങൾ പോകരുത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം SSLCയിൽ ഫുൾ A+ വാങ്ങിയാലുള്ള കുട്ടിയുടെ അവസ്ഥ, പല സബ്ജക്റ്റും ബേസ് ഇല്ല. എന്ന് മാത്രമല്ല ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റം 10ാം ക്ലാസ് വരെ ഒരുപക്ഷെ അവർ ശീലിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വേണം ശരിക്കും അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു കൈത്താങ് കൊടുക്കാൻ. കാരണം കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിക്കോട്ടെ, ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഓർഗാനിക് ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് അതിൻ്റെ ഫൗണ്ടേഷൻ കുട്ടിക്ക് ക്ലിയർ അല്ലെങ്കിൽ പിന്നെന്താണ് അവർക്ക് വേറെ പല ചാപ്റ്റേഴ്സ് അവർക്ക് പഠിക്കാൻ പറ്റൂല.
അതായത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് ഭാവിയുള്ള കുട്ടികളാണ്. എനിക്കറിയാം കഴിഞ്ഞ 2-3 വർഷം ഈ ഫീൽഡിലെത്തുമ്പോൾ +1 +2 കഴിയുമ്പോഴത്തേക്ക് കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതായി പോകുന്നുണ്ട്. അതായത് ഇവർ ഡിപ്രഷൻ പോകുന്ന മാത്രമൊന്നല്ല പ്രശ്നം, അതിനേക്കാൾ ഉപരി എന്താണ്, നാടിന് കരുത്താകേണ്ട ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ +1 തുടക്കത്തിൽ നിങ്ങൾ കാണിക്കുന്ന സ്പീഡും അല്ലെങ്കിൽ എന്നാൽ ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന അവഗണനയും പുച്ഛവും അതൊക്കെ പണ്ട് പഠിക്കേണ്ട 7ാം ക്ലാസ് പഠിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിനെ തളർത്തുന്നത് കാരണം മൊത്തം ജീവിതത്തിൽ തന്നെ എന്താണ് ആകെ തകർന്നു പോകുന്നത്. ആ ഒരു കാര്യം എന്താണ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഒരു തലമുറയാണ് ഈ ഒരു കാരണത്താൽ എന്തായി പോകുന്നത്, നിരാശരായി മാറുന്നത്. ആൻഡ് അതിലെന്താ ആകെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെ മക്കളാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, വളരെ കുറച്ച് ടീച്ചേഴ്സിനോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മക്കളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സപ്പോർട്ടിൽ ആ സപ്പോർട്ട് ഒരു 2-3 മാസം നിങ്ങൾ കൊടുത്ത് നിങ്ങൾ സ്പീഡ് കൂട്ടിക്കോ. ഈ കുട്ടികളൊന്നും എന്നല്ല പഠിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരൊന്നും അല്ല, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, തുടക്കത്തിലൊന്ന് സ്ലോ ആക്കി കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്ത് ഡൗട്ടുകളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ് എടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, വലിയ വിനാശത്തിലേക്കാണ് ഈ +1 കുട്ടികൾ പോകുക എന്നുള്ളത് എനിക്ക് വളരെ സ്നേഹപൂർവ്വം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതേപോലെ തന്നെ പാരൻസിൻ്റെ കേസിലും പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ +1 പഠിച്ചിട്ട്, അതായത് എന്താണോ നിങ്ങളെ മക്കൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ്, അതേ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് +1 520-ൽ 520 വാങ്ങിയ 10ഓളം കുട്ടികളുടെ പാരൻസുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 5-6 കുട്ടികളുടെ പാരൻസ് ഇവിടെ വന്നപ്പോൾ അവരൊക്കെ ഒരുമിച്ചിരുത്തി ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കാണാൻ പറ്റും. ആൻഡ് ആ ഇൻ്റർവ്യൂവിലൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളും പാരൻസും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. ആൻഡ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ചീത്ത പറഞ്ഞിട്ടോ പേടിപ്പിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ +1 മക്കളെ നേരെയാക്കാൻ പറ്റില്ല. ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അതായത് എന്താണ് ഇവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടെന്നൊക്കെ ഞാൻ അത്രയും വലുതാണ് അവർക്ക് പഠിക്കാനുള്ളത്. ഉറപ്പായിട്ട് എന്താണ്, തുടക്കത്തിലുള്ള പരീക്ഷകളിലൊക്കെ മാർക്ക് കുറയുക തന്നെ ചെയ്യുമെന്ത് കുട്ടികൾക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സാരല്ലടാ മെല്ലെ മെല്ലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്താണ് ഇതിങ്ങനെയാണ് +1, മെല്ലെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ജനുവരി വരെ എന്ത് ചെയ്യണം, നീ വല്ലാതെ മാർക്കിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, പക്ഷെ നീ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സന്തോഷം എന്ന് ആലോചിച്ചു. അതായത് അമ്മ എനിക്ക് ആകെ 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ തോള് തട്ടി, സാരല്ലടാ ഇതാണ് +1, കുറച്ചും കൂടെ കഴിഞ്ഞാൽ ശരിയാവും, നീ എന്ത് ചെയ്താൽ മതി, നീ പഠിക്കുക, മാർക്കിനെ കുറിച്ചൊന്നും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അവസാനത്തെ മാർക്കല്ലേ നോക്കണ്ടു എന്ന് നിങ്ങൾ പറയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്നൊരു ആശ്വാസം എന്ന് ആലോചിച്ച് നോക്കി. അവൾ പഠിക്കുകയല്ലേ ചെയ്യുക, കുറ്റപ്പെടുത്തിയാൽ അവരെന്ത് ചെയ്യും, ടെൻഷനാവും, പഠിക്കാൻ പറ്റൂല. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും പറ്റുള്ളൂ. ആൻഡ് ഏറ്റവും അവസാനം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 2000-ഓളം കുട്ടികൾ, 2000-ന് മുകളിൽ കുട്ടികൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നീറ്റിലും ജെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്കൊന്നും പല കാര്യങ്ങളും എന്ത് ചെയ്യാമെന്നില്ല, കത്തുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, അവരുടെ +1 +2 അവരെ ആരും കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു എക്സെപ്ഷൻ കാരണം എന്നെ +1 +2 മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതുകൊണ്ട് എനിക്ക് നീറ്റ് കിട്ടാത്തതെന്ന് ആരെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ, ഇല്ലല്ലേ. അതായത് ഒരു 4-5 വർഷം മുമ്പ് വരെ നിങ്ങൾ സ്കൂളിൽ നിന്ന് മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വേറൊരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എന്തുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്, എന്നെ സ്കൂളിൽ നിന്ന് മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല എന്ന കാരണത്താൽ എന്ത് ചെയ്യരുത്, അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്ത് നിങ്ങൾ മാർക്ക് കുറയരുത്. കാരണം യൂട്യൂബ് നോക്കാം, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഓക്കെയാണ്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഒരു ട്യൂഷനും കൂടെ ചേരണം എന്ന് തന്നെയാണ്. എഡ്യൂപോട്ടോ വേറെ എവിടെ ചേർന്നാലും എനിക്ക് കുഴപ്പമില്ല, അത് നോക്കി. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താണ്, യൂട്യൂബിൽ എല്ലാ കണ്ടൻറ്റും അവൈലബിൾ ആണ്. ഡെയിലി എന്ത് ചെയ്യണം, നിങ്ങളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു ശ്രമം വേണം. അങ്ങനെ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും എന്താ, പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ +1 കയ്യിലൊതുങ്ങാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് സ്കൂള് മര്യാദയ്ക്ക് പഠിപ്പിക്കാത്ത എക്സ്ക്യൂസായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ആരും എവിടെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളെന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. 4 വർഷം മുമ്പ് ആർക്കും ആ സൗകര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യമുണ്ട്. നിങ്ങൾ ഒരു ദിവസം 2-3 മണിക്കൂർ ഇതിനു വേണ്ടി വെറുതെ ഒന്ന് സ്പെൻഡ് ചെയ്ത് തുടങ്ങുക. എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പാരൻസിന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്, ആ ഒരു പാരൻസിൻ്റെ സെക്ഷൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിന് കാണിച്ചു കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബും ചെയ്യാം. ശരി.